ഈ രാജിവെച്ചില്ല എങ്കിൽ പുറത്താക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുക്കാമല്ലോ. ആ ഓപ്ഷൻ എടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് വൈകുന്നത്? ആരുടെ നോഡ് അല്ലെങ്കിൽ അനുമതിയാണ് കാത്തിരിക്കുന്നത്? അവിടെയാണ് ഡോക്ടർ അരുൺ പറഞ്ഞ ആ കാര്യത്തെ ഞാൻ സെക്കൻഡ് ചെയ്യുകയാണ്. ഇതിനുള്ളിൽ മറ്റൊരു ശക്തിയുള്ള ഒരു കേന്ദ്രം, കോൺഗ്രസിനകത്ത് തന്നെ മറ്റൊരു അധികാര കേന്ദ്രം, അത് രാഹുൽ ഗാന്ധിയോ ഹൈക്കമാൻഡോ ഒന്നുമല്ല, അതല്ലാതെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു അച്ചുതണ്ട് ശക്തി വേറെയുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണെന്നേ. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ VM സുധീരൻ വരെ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്താക്കുന്നതിന് നിങ്ങൾ ഇനിയും വച്ചു താമസിപ്പിക്കുന്നത് എന്തിനെ ഭയന്നാണ്? അതോ മറ്റാർക്കെങ്കിലും എതിരെയുള്ള എന്തെങ്കിലും തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഉണ്ട് എന്നതാണോ ഈ ഭയത്തിന്റെ അടിസ്ഥാനം എന്ന് പോലും സാമാന്യ ജനം സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. പല ആളുകളും അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുമൊക്കെ ആ രീതിയിൽ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. ഇവിടെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മുഖം രക്ഷിക്കൽ, അതിലേക്കാണ് കടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡാമേജ് അവിടെ തന്നെ തുടരുകയാണ്. അത് പൂർണ്ണമായും നീങ്ങുന്നില്ല. നമ്മളിപ്പോൾ ക്യാൻസർ ബാധിച്ച ഒരു ശരീരഭാഗമാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? അത് കൃത്യമായിട്ടുള്ള സർജറിയിലൂടെ അതങ്ങ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് അവിടെ ഇരുന്ന് മറ്റ് കോശങ്ങളിലേക്ക് കൂടി പടരട്ടെ എന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് എന്ന ശരീരത്തിനാണ് കേടുണ്ടാക്കുന്നത്. കോൺഗ്രസ് എന്ന ശരീരം ജീർണിച്ചു പോകും. പ്രത്യേകിച്ചും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യവുമായി മറുഭാഗത്ത് BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ ആ രീതിയിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു ക്യാമ്പയിൻ കൃത്യമായി അവർ കൊണ്ടുപോവുകയാണ്. അതിന് ഏറ്റവും നല്ല ഒരു സപ്പോർട്ടിംഗ് എലമെന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധി പോസ്റ്റ് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സമീകരിച്ചുകൊണ്ട് അവർക്ക് എഴുതാൻ കൂടുതൽ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.